പാണഞ്ചേരിയിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണം. ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു. ഇന്ന് നടന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി പാണഞ്ചേരിയിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു. ബീച്ച് റോഡ് AKG മന്ദിരത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം പട്ടിക്കാട് സെന്റർ ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ CITU നേതാവ് PV സുദേവൻ സ്വാഗതം പറഞ്ഞു. AITUC നേതാവ് വിനോദ് അധ്യക്ഷത വഹിച്ചു. CITU നേതാവ് KV ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ PP രവീന്ദ്രൻ, ഡോക്ടർ പ്രദീപ് കുമാർ, EV കുര്യാക്കോസ്, ബിജു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പണിമുടക്കിനോടനുബന്ധിച്ച് പാണഞ്ചേരിയിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ പുറത്തിറങ്ങിയില്ല. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. 7 തൊഴിലാളികൾ ഒരുമിച്ച് നിന്ന് യൂണിയൻ രൂപീകരിക്കും. പക്ഷേ ആ നിയമമുള്ള തൊഴിലാളി സംഘടനകൾക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിനകത്ത് ചർച്ച ചെയ്ത് നടപ്പാക്കിയ ഒരു തീരുമാനമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1947 ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം തൊഴിലാളികൾക്ക് പ്രത്യേകമായ സംരക്ഷണ നിയമങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. 29 സംരക്ഷണ നിയമങ്ങൾ, 29 നിയമങ്ങൾ നമ്മളെ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് അനുകൂലമായി അവരെ സംരക്ഷിക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തിക്കൊണ്ട് 4 കോഡുകളാക്കി തിരിച്ച് ആ കോഡുകളിൽ വ്യവസ്ഥ ചെയ്യുന്നത് പ്രകാരം തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ചില വ്യവസ്ഥകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തൊഴിലാളികളെ സംഘടിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം, മൗലികമായ അവകാശം ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തൊഴിലാളികളുടെ ജോലി സമയത്തെ സംബന്ധിച്ച് ഇപ്പോൾ ജോലി സമയം എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന ആ മുദ്രാവാക്യം ലോകമെമ്പാടും അംഗീകരിക്കുന്നതാണ്. ലോകമെമ്പാടും അംഗീകരിക്കുന്നത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ അംഗീകരിച്ചതല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിലെ ചിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് 100 കണക്കിന് തൊഴിലാളികൾ തടിച്ചുകൂടി 100 കണക്കിന് തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന ആ ദിവസമാണ് മെയ് ദിനം ഇന്ന് ലോകമെമ്പാടും ആചരിക്കുന്നത്. ആ മെയ് ദിനത്തിൽ മരിച്ച ആ സഖാക്കളുടെ സ്മരണ മരിച്ച അവർക്ക് വേണ്ടി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയാണ് ലോകമെമ്പാടും അംഗീകരിക്കുന്ന ഈ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന്. ആ നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് തൊഴിലാളികളെ എപ്പോൾ വേണമെങ്കിലും അവർ പറയുന്ന വിധത്തിൽ 10 മണിക്കൂറും 12 മണിക്കൂറും 14 മണിക്കൂർ വരെ ജോലി ചെയ്യിക്കാൻ വേണ്ടി കേന്ദ്ര നിയമത്തിൽ എഴുതി ചേർക്കുകയാണ്.